ദം ബിരിയാണിക്ക് പറ്റിയ നല്ല ഒരു കറി, അതായത് മിർച്ചി മസാല എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അല്ലേ. ഇപ്പോൾ ഇവരുണ്ടാക്കുന്ന അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ഉരുളിയിൽ ആദ്യം ഓയിൽ ഒഴിക്കുക, എന്നിട്ട് നന്നായി ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 4 വാരം 2 കൈയും ചേർത്ത് 4 വാരത്തോളം കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ, അത് അതിലേക്ക് വാരിയിട്ട് നന്നായി ഇളക്കി അത് മുരിഞ്ഞ് വരണം. അതിങ്ങനെ പൊട്ടൽ വരും. പൊട്ടൽ വരുന്ന സമയത്ത് 2 ഗ്ലാസ് പച്ചമല്ലി മുഴുവനോടെയുള്ളത്, പിന്നെ അതുപോലെ അതിലേക്ക് 2 സ്പൂൺ വെളുത്ത എള്ള്, 1 സ്പൂൺ ജീരകം, പിന്നെ 3-4 കഷ്ണം പട്ട എല്ലാം കൂടി നമ്മൾ ഈ കപ്പലണ്ടിയിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി വറുത്തെടുക്കണം കേട്ടോ. അത് കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് ഒരു 9 സവാള എടുത്ത് അരിഞ്ഞ് ആ എണ്ണയിൽ തന്നെ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അധികം അങ്ങോട്ട് ഫ്രൈ ആവണ്ട, ഒരു ലൈറ്റ് പിങ്ക് കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി വേണ്ടത് കപ്പലണ്ടിയുടെ കൂട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക. കൂടാതെ സബോള വറുത്തതും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് അരച്ച് വയ്ക്കുക. പിന്നെ ഇനി ഉരുളിയിൽ വീണ്ടും എണ്ണ ഒഴിക്കുക, അതായത് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇവിടെ അതിലേക്ക് 9 പച്ചമുളക് 2ആയി കീറിയിട്ട് അതിലിടുന്നുണ്ട്. പിന്നെ ബേ ലീഫ് 5-6 പീസ് അതിലിടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സാജീരകം 1 സ്പൂൺ, കഷ്ടി 1 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി 2 സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. കൂടാതെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം അതിലേക്ക് കപ്പലണ്ടി അരച്ചത് ചേർക്കുകയാണ് കണ്ടോ. അത് അരച്ചത് മൊത്തം അതിലേക്ക് ചേർക്കുകയാണ്. കപ്പലണ്ടി വറുത്ത കൂട്ടത്തിൽ കൂടെ സബോളയും വേറെ സെപ്പറേറ്റ് നമ്മൾ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടി ഒരുമിച്ച് അരച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് വാളംപുളി കലക്കി പിഴിഞ്ഞ് ഒഴിക്കുകയാണ് അതിലേക്ക്. കണ്ടോ, പുളി എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു രൂപം ഇന്നതൊക്കെ ചേർത്തു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരപ്പിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇപ്പോൾ ഒഴിച്ചതാണ്. അതുകൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 2-3 സ്പൂൺ മുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി അതിലേക്ക് മല്ലിയില പുതിനയില ഒക്കെ ഓരോ പിടി വീതം ഇട്ടു. ഇവർക്ക് എല്ലാം കൈയളവാണ് കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവും പുളിയൊക്കെ നോക്കിയെടുക്കാം. ഒരുവിധം തിളച്ച് വറ്റാറായപ്പോൾ റെഡിയായി, മിർച്ചി മസാല റെഡിയായി. ഇതിപ്പോൾ നമുക്ക് എല്ലാ തരം ബിരിയാണികൾക്കും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. അടുത്ത് തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.